ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ഗ്രാമികയുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം എപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി സഹകരണം നൽകുന്ന അതിനോടൊപ്പം സഹകരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ശ്രീകുമാർ, അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഗ്രാമികയെ കുറിച്ച് ഒരു മുഖവുര ഞാൻ നിങ്ങളുടെ മുന്നിൽ നടത്തേണ്ടതില്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾ പിന്നിട്ട് 1/4 നൂറ്റാണ്ട് പൂർത്തീകരിച്ച ഗ്രാമിക കഴിഞ്ഞ 25 വർഷക്കാലം ഈ ദേശത്തിന്റെ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളിൽ മാതൃകളില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു രേഖാചിത്രം കഴിഞ്ഞ 25 വർഷക്കാലമായി ഈ പ്രദേശത്തെ ആളുകൾ നേരിട്ട് അനുഭവിച്ചതാണ്. അവർക്ക് മുന്നിൽ ഗ്രാമികയെ കുറിച്ച് വീണ്ടും ഒരു മുഖവുര അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു മുഖവുര നടത്തേണ്ടതില്ല. ഗ്രാമികയുടെ 25ാം വർഷത്തിൻ്റെ സമാപന സമ്മേളനത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നത്. ഈ ജൂബിലി ആഘോഷ സമാപന ചടങ്ങുകൾ കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളായിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. 4-ാം തീയതി ആരംഭിച്ച് 11-ാം തീയതി അവസാനിക്കുന്ന നിലയിലാണ് ഇതിൻ്റെ സമാപന പരിപാടികൾക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 25 വർഷമായി നമ്മുടെ നാടിൻ്റെ ഒരു ചൈതന്യമായി, ഒരു സാംസ്കാരിക കൂട്ടായ്മയുടെ വലിയ ഒരു മുന്നേറ്റമായി ഈ സ്ഥാപനം ഇവിടെ നിലനിന്നു പോവുകയാണ്. നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അടിപതറാതെ നിശ്ചയദാർഢ്യത്തോടെ ലക്ഷ്യബോധത്തോടെ നീങ്ങുന്ന മഹത്തരമായ പ്രസ്ഥാനമാണ് പുൽക്കാട്ടുശ്ശേരിയിലെ ഗ്രാമിക. തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടനത്തിനിടയിലാണ് ഞാൻ ആദ്യമായിട്ട് ഗ്രാമികയിൽ വരുന്നത്. ആദ്യമായിട്ട് വന്ന അന്ന് തന്നെ കിട്ടമാഷ് മെയ് 9-ാം തീയതി നടക്കാൻ പോകുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ക്ഷണിച്ച്, എന്തായാലും ഏപ്രിൽ മാസം 10-ാം തീയതി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മെയ് 9 ഒഴിവു ദിനമാണല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് ആ പരിപാടി ഏറ്റെടുത്തത്. പക്ഷേ മെയ് 9 തൃശ്ശൂർ പൂരമാണെന്ന് കഴിഞ്ഞ 2 ദിവസമായിട്ടാണ് ഓർക്കാൻ തുടങ്ങിയത്. 25 വർഷം അതിൻ്റെ പ്രവർത്തനത്തിൽ കൂടെ പിന്നിടുന്ന ഈ സ്ഥാപനത്തിനും അതിൻ്റെ സംഘാടകർക്കും എല്ലാവിധ ആശംസകളും നേരാനും. 25 കൊല്ലമായിട്ട് ഒരു സാംസ്കാരിക വേദി ഒരു ഗ്രാമത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം പ്രശ്നങ്ങൾ തരണം ചെയ്തുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം കൂടുതൽ പോലെ പൊട്ടിമുളയ്ക്കുകയും അസ്തമിച്ചു പോവുകയും ചെയ്യുന്ന നിരവധി പ്രവർത്തനങ്ങൾ സാംസ്കാരിക രംഗത്ത് പലയിടങ്ങളിലായി ഉണ്ടായി വരികയും ഇല്ലാതെയാവുകയും ചെയ്തിട്ടുള്ള കാഴ്ച നമുക്കറിയാം. നമ്മുടെ വായനശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മിക്കവാറും നമ്മുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ആളുകൾ കൊണ്ടുപോകാറുള്ളത്. ഗ്രാമികയുടെ പ്രവർത്തനങ്ങൾ വളരെ സസൂക്ഷ്മം പരിശോധിക്കുമ്പോൾ അതിൻ്റെ സമഗ്രതയാണ് എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ളത്. സമഗ്രമായ രീതിയിൽ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും തന്നെ സാംസ്കാരികമാണ് എന്ന് വരുത്തി തീർക്കത്തക്ക പ്രവർത്തനങ്ങളാണ് ഗ്രാമികയുടെ പ്രവർത്തനമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
സമർപ്പിച്ച കലാകാരനാണ് ഇദ്ദേഹം. വടം കരിന്തലക്കൂട്ടത്തിന്റെ സാരഥിയായ ശ്രീ രമേശ് KSRTC ജീവനക്കാരനാണ്. അദ്ദേഹത്തിന് ആദരം നൽകുന്നതിന് വേണ്ടി ശ്രീ CN ജയദേവൻ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ക്ഷണിക്കുന്നു. ഇപ്പോഴും കാർഷികവൃത്തിയിൽ സജീവമായ ചാക്കുലേഖനം ദേശകാഴ്ചയിലൂടെ ആദരിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി പ്രൊഫസർ PC തോമസ് അവരെ ക്ഷണിച്ചു കൊള്ളുന്നു. ശ്രീ ചെറിയരിമ്മൽ കൊച്ചുരാമേട്ടനാണ്. അദ്ദേഹത്തിന് പുൽപ്പട്ടിശ്ശേരി ഗ്രാമവാസിയാണ്. ദീർഘകാലം സിലോണിൽ പ്രവാസ ജീവിതം നയിച്ച അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം കർഷകനായി മാറിയത്. ആദരങ്ങൾ നൽകുന്നതിന് വേണ്ടി പ്രൊഫസർ PC തോമസ് അവരെ ക്ഷണിക്കുകയാണ്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തിയേറ്റർ കമ്പനിയുടെ സ്ഥാപകനും ഡയറക്ടറുമാണ്. കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് അഭിനയത്തിൽ ബിരുദം നേടിയ അദ്ദേഹം നടനവും ശരീരവും അരങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാടക സംബന്ധിയായ ലേഖനങ്ങൾ എഴുതുകയും അദ്ദേഹം നിരവധി നാടകങ്ങൾ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. വരീലിയ, പാത്തുമ്മയുടെ ആട്, പാന്യൻ അവന്യൂ, കുട്ടികൾക്ക് വേണ്ടി 15ഓളം നാടകങ്ങൾ അദ്ദേഹം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരം നൽകുന്നതിന് വേണ്ടി പ്രൊഫസർ സാറ ജോസഫ് അവരുടെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ കഴിഞ്ഞ കാലത്തിനിടയ്ക്ക് ഞാൻ ഒട്ടനവധി പ്രാവശ്യം കേട്ട് കളമ്പിച്ചൊരു പേരാണ് ഗ്രാമിക. അപ്പം ഞാനും ഇതുപോലൊരു നാട്ടും പുറത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ ഇനി 25 കൊല്ലത്തോളമായി ഒരു സംഘം ഇത്ര വളരെ ഗംഭീരമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷവും അത്ഭുതവുമാണ് തോന്നിയത്. നാട്ടിലൊക്കെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും ഇതുപോലെയുള്ള ചെറിയ സാംസ്കാരിക കൂട്ടായ്മകൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഗ്രാമികയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ശ്രീരാം VS. ഗ്രാമിക രജതജൂബിലി ആഘോഷം സമാപിക്കുന്നു. 25 വർഷം ഈ ഒരു സാംസ്കാരിക കേന്ദ്രം സജീവമായി നിലകൊണ്ടു എന്നുള്ളത് ഇതൊരു അത്ഭുതം, ഒരു വണ്ടർ തന്നെയാണ്. കാരണം എൻ്റെ ഇത്രയും കാലത്ത് ചുരുങ്ങിയ പരിചയം അനുഭവിച്ച് നോക്കുമ്പോൾ ഒരുപാട് കലാസമിതികൾ, വായനശാലകൾ, സാംസ്കാരിക സംഘടനകളൊക്കെ ഒരു ഉദ്ഘാടനം വളരെ ഗംഭീരമായി നടക്കും. മിക്കവാറും അധികം വൈകാതെ എൻ്റെ ബോർഡ് തുരുമ്പ് പിടിച്ച് അത് ചാവുന്നു. അപ്പം അങ്ങനെയുള്ള ഈ സമൂഹത്തിൽ വളരെ സജീവമായിട്ട് ഈ ഗ്രാമിക എന്ന ഈ സാംസ്കാരിക സംഘം പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു അത്ഭുതം. പ്രകൃതിയോട് സദാസപ്പെട്ട് ജീവിച്ചു പോകുന്ന ഒരു ജനതയുടെ സംസ്കാരമാണ് ഞങ്ങൾ കൊട്ടിപ്പാടുന്നത്. എഴുതപ്പെടാത്ത
നാട്ടുചരിത്രങ്ങളാണ്. എതിർപ്രാന്ത നാട്ടുചരിത്രങ്ങൾ തേടിയുള്ള യാത്രയിൽ ഞങ്ങൾ കണ്ടെത്തിയ നാട്ടാശാന്മാർ നമ്മോട് പറഞ്ഞ പാട്ടിൻ്റെയും കൊട്ടിൻ്റെയും മാട്ടത്തിൻ്റെയും നാട്ടുമര്യാദകളെക്കുറിച്ച്, ആ നാട്ടുമര്യാദകൾ പാലിച്ചുകൊണ്ട് കരിന്തലക്കൂട്ടം കേരളത്തിലും കടൽ കടന്ന് വിദേശത്തും ഞങ്ങൾ പാടി ഫലിപ്പിച്ചു. ഈ പാടുന്ന പാട്ടുകളൊന്നും തന്നെ ഞങ്ങളുടെ സ്വന്തം പാട്ടുകളല്ല, സ്വന്തം കൊട്ടുകളല്ല, സ്വന്തമായിട്ടുള്ള ആട്ടങ്ങളാണ്. ഇത് ആരോ എന്നോ പാടിയ പാട്ടുകളാണ്, ആരോ എന്നോ കൊട്ടിയ കൊട്ടുകളാണ്, ആരോ എന്നോ ആടിയ ആട്ടങ്ങളാണ്. അവ കണ്ടും കേട്ടും ചേതും പഠിച്ച് നാടോടി ചെറുപ്പക്കാരുടെ കൂട്ടമാണ് കരിന്തലക്കൂട്ടം. നിങ്ങളുടെ സ്നേഹത്തിലും ഗ്രാമീണ നൽകിയ ഈ ആദരവിനും ഗ്രാമീണ എല്ലാ കുടുംബത്തോടും കുടുംബാംഗങ്ങളോടും നന്ദിയും കടപ്പാടും അർപ്പിച്ചുകൊണ്ട് ഗ്രാമീണ തുടർ പ്രവർത്തനങ്ങളിൽ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ടും പാട്ടിൻ്റെ വഴിയിൽ നാട്ടാശമാർ പാടി ഫലിപ്പിച്ച പാട്ടുകൾ പകർന്നാടിയ കരിന്തലക്കൂട്ടം നാട്ടാശമാരെ കുറിച്ച് ഞാൻ രണ്ടുപേരെയും ഇങ്ങനെ എഴുതി. മുതുമുത്തച്ഛന്മാർ പാടിയ നാട്ടുശീലുകൾ ഏറ്റുവാങ്ങിയ നന്ദനാരാണു ഞാൻ. മുതുമുത്തച്ഛന്മാർ പാടിയ നാട്ടുശീലുകൾ ഏറ്റുവാങ്ങിയ നന്ദനാരാണു ഞാൻ. അടിയാള ചരിതം പാടിപ്പൊലിപ്പിച്ച നന്ദനാരാണു ഞാൻ. അവർ പാടിയ താളവും വീണവും നമ്മുടേത്. കുറുത്തുംപീടികയിൽ 35 വർഷം കച്ചവടം നടത്തിയ റപ്പായ് എന്ന ആളുടെ മൂത്ത മകൻ ജോസഫാണ്. ഒരു കച്ചവടക്കാരൻ്റെ മകൻ എങ്ങനെ ഒരു പട്ടാളക്കാരനായി, അതിനുശേഷം എങ്ങനെ ഒരു കർഷകനായി. മറ്റുള്ളവരുടെ മാതൃക, നല്ല മാതൃകകൾ പകർത്തുക എന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേകതയായിരുന്നു. ഞാൻ ആളൂർ അറബിക് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നും നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ സാമ്പത്തികമായി വളരെ പിന്നിലാണ്, 10 പൈസ പോലും ബസ്സിന് കൊടുക്കാനില്ലായിരുന്നു. അങ്ങനെ നടന്നു പോകുമ്പോൾ ഉൾക്കാട്ട്ശ്ശേരി ഹോസ്പിറ്റലിൻ്റെ മുന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ ഒരു പട്ടാളക്കാരൻ സ്റ്റഡി വഴിയായി നല്ല മീശ വെച്ച് നല്ല യൂണിഫോം ഇട്ട് ബസ് കയറാൻ നിൽക്കും. അന്നെല്ലാം വളരെ പേടിയോടുകൂടി ഒളി കണ്ടിട്ട് അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. പയ്യപ്പള്ളി ദേവസിക്കുട്ടി എന്ന പട്ടാളക്കാരനായിരുന്നു അദ്ദേഹം. അന്ന് എൻ്റെ മനസ്സിൽ ഒരു ആശ വന്നു, ഒരു പട്ടാളക്കാരനാവാനാണ്. ഗ്രാമികയെ സംബന്ധിച്ച് നിങ്ങളെപ്പോലെ ഞാനും ചിന്തിക്കുന്നത് പലപ്പോഴും അത്ഭുതാതരങ്ങളോടെ എന്നൊരു വാക്ക് നമ്മൾ പ്രയോഗിച്ച് കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അത്ഭുതവും ആദരവും സംയുക്തമായി സമ്മേളിക്കുന്ന ഒരു വികാരം. പലപ്പോഴും എങ്ങനെയാണ് ഇത്രയും സമ്പന്നമായ ഒരു സാംസ്കാരിക സമന്വയത്തെ, കൂടിച്ചേരലിനെ കഴിഞ്ഞ 25 വർഷക്കാലം വിജയകരമായി നടത്താൻ കഴിഞ്ഞതെങ്ങനെ എന്നാലോചിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത്ഭുതങ്ങളോടുകൂടി തന്നെ, അത്ഭുതത്തോടു കൂടിയും അല്പം ആദരവോടുകൂടിയുമാണ് ഗ്രാമികയെയും ഇതിൻ്റെ സംഘാടകരെയും നടത്തിപ്പുകാരെയും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആഴ്ച 2014 ഗ്രാമികയുടെ 25ാം വർഷം സമാപന സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ആണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ വേദിയിൽ അധ്യക്ഷനായിട്ട് പ്രവർത്തിച്ച ജില്ലാ പഞ്ചായത്തിൻ്റെ ശ്രീകുമാർ സാറ്, ഇത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ MLA ഉണ്ണിയാടൻ, ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും, വിവിധ മേഖലകളിലുള്ള എല്ലാ ജനങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.